മലയാളികളുടെ മനസ്സിൽ പ്രണയവും വാത്സല്യവും തപ്തവികാരങ്ങളുമൊക്കെ തീ പോലെ പടർത്തിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ട നടികളിൽ ചിലരുടെ ജീവിതാന്ത്യം മറക്കാനാകാത്ത നൊമ്പരങ്ങളായിരുന്നു. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടവർ മുതൽ ചതിക്കെണികളിലും പ്രണയനഷ്ടങ്ങളിലും മനംനൊന്ത് ആത്മഹത്യ ചെയ്തവർ വരെ അതിലുണ്ടെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. അതിലേറ്റവും ഹൃദയഭേദകമായ പേര് റാണി പത്മിനിയുടേതാണ്. ഭീകരൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെത്തി. ഇടനിലങ്ങൾ, അക്കരെ, കൃഷ്ണ ഗുരുവായൂരപ്പ, കടമറ്റത്ത് കത്തനാർ, തേനും വയമ്പും തുടങ്ങി നിരവധി മലയാള സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട 1980കളിലെ തെന്നിന്ത്യൻ ഗ്ലാമർ നായികയായിരുന്ന റാണി പത്മിനി സ്വന്തം വീട്ടിലെ ഡ്രൈവർമാരായിരുന്ന ജബരാജ്, വാച്ച്മാനായ നരസിംഹൻ, മറ്റൊരു ജോലിക്കാരനായിരുന്ന ഗണേശൻ എന്നിവർ അമ്മ ഇന്ദിരാകുമാരിയെ ക്രൂരമായി ആക്രമിച്ചു കൊന്നെന്നും അത് കണ്ട് ഓടിവന്ന പത്മിനിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഉന്നതരായ മറ്റാരോ നടത്തിയ അരുംകൊല മൂടിവെക്കാൻ ബിനാമി പ്രതികളുടെ പേരിൽ പോലീസ് കേസെടുത്തു എന്നും ആരോപണം ഉണ്ട്. എന്തായാലും ഇവർ 3 പേരെയും കോടതി കുറ്റക്കാരായി കണ്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പത്മാവതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യ ചരിത്രത്തിലെ റാണി പത്മിനിയും ഒരു ദുരന്ത നായികയായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി എന്ന സുൽത്താൻ ഭരണാധികാരി ഭർത്താവിനെ കീഴടക്കി തന്നെ സ്വന്തമാക്കാൻ വരുന്നു എന്നറിഞ്ഞ് ആത്മാഹൂതി ചെയ്ത ചരിത്രത്തിലെ ഒരു ദുരന്ത നായിക. നടി റാണി പത്മിനിയുടെ പേരും ആ ചരിത്ര കഥാപാത്രത്തിന്റെ പേരും ഒരുപോലെയായത് വേദനിപ്പിക്കുന്ന ഒരു കൗതുകം. മലയാള സിനിമയുടെ മെർലിൻ മൺറോ എന്ന് വാഴ്ത്തപ്പെട്ട നടിയാണ് വിജയശ്രീ. തന്റെ 21ാമത്തെ വയസ്സിൽ പ്രശസ്തിയുടെ അത്യുംഗത്തിലിരിക്കെ ആത്മഹത്യ ചെയ്ത വിജയശ്രീ സിനിമയിലെ കൊടുംചതികളെ ആദ്യം അടയാളപ്പെടുത്തിയ നടിയാണ്. പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വിജയശ്രീയുടെ വസ്ത്രം അവിചാരിതമായി അഴിഞ്ഞു വീഴുകയും ക്യാമറയിൽ യാദൃച്ഛികമായി ലഭിച്ച അവരുടെ നഗ്നദൃശ്യങ്ങൾ ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കുകയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത്തരമൊരു ആക്ഷേപം നാന എന്ന സിനിമ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ വേദനയോടെ വെളിപ്പെടുത്തിയിരുന്നു അത്രേ. വിജയശ്രീയുടെ സ്ത്രീശാപമാണ് മലയാളത്തിന്റെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആയ ഉദയയുടെ പതനത്തിന് കാരണമെന്നും പറയപ്പെടുന്നു. മരണസമയത്ത് അവരുടെ യൗവനം, വണ്ടിക്കാരി എന്നിങ്ങനെ 2 ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടായിരുന്നു. 2 സിനിമയുടെയും ക്ലിപ്പുകൾ ഒരുമിച്ച് ഒറ്റ സിനിമയാക്കി പ്രദർശനത്തിന് എത്തിച്ചു. വിജയശ്രീയുടെ അവസാന ചിത്രത്തെ നിറഞ്ഞ കണ്ണുകളോടെ തിയേറ്ററുകളിൽ വലിയ ആൾക്കൂട്ടം സ്വീകരിച്ചു. ഇനിയൊരാൾ അഭിനയ വൈഭവം കൊണ്ട് 1980കളിലെ സിനിമാ പ്രതിഭകൾക്കൊക്കെ പ്രിയങ്കരിയായ ശോഭയാണ്. നീലക്കുയിൽ ഉൾപ്പെടെ 75ഓളം മലയാള സിനിമകളിൽ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ കഥാപാത്രങ്ങളെ മികവോടെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച നടിയാണ് പ്രേമ. വിഖ്യാത എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ അനന്തരവൾ കൂടിയാണ് ഈ പ്രേമ. എന്നാൽ ഒരു പ്രശസ്ത നടിയാകുക എന്ന തന്റെ ജീവിതാഭിലാഷം പൂർത്തീകരിക്കുവാൻ ആ 75 സിനിമകൾക്കും കഴിയുമായിരുന്നില്ല. തനിക്ക് നേടാൻ കഴിയാത്ത ഉയരങ്ങൾ മകൾ കീഴടക്കണം എന്ന് ശോഭ മോഹിച്ചു. അങ്ങനെയാണ് തന്റെ മകൾ ശോഭയെ പ്രേമ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രേമയുടെ ഭർത്താവിന് അത് തീരെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട നടിയാകാൻ ശോഭയ്ക്ക് കഴിഞ്ഞു. മഹാലക്ഷ്മി മേനോൻ എന്ന ശോഭ ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അപൂർവ പ്രതിഭകളിൽ ഒരാളായ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബാലു മഹേന്ദ്രയുമായി അഗാധ പ്രണയത്തിലായി. പ്രായത്തിൽ വളരെ മുന്നിലുള്ള ബാലുവിന് തന്റെ പല ബന്ധങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ശോഭ. ബാലു വിവാഹിതനാണ് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിന് കുട്ടികളും കുടുംബവും ഉണ്ട് എന്നറിഞ്ഞിട്ടും ശോഭ ബാലു മഹേന്ദ്രയെ പ്രാണനേക്കാൾ സ്നേഹിച്ചു. ബാലുവിന്റെ ഭാര്യ ശോഭയെ ഈ ബന്ധത്തിൽ നിന്ന് പലവട്ടം വിലക്കി. കൗമാരകാലത്തെ വൈകാരിക വടംവലികൾക്ക് മുൻപിൽ പകച്ചുപോയ ശോഭ എന്ന ആ 17കാരി തന്റെ ജീവൻ ഒടുക്കിക്കൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ KG ജോർജിന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ ശോഭയുടെ ജീവിത പശ്ചാത്തലത്തിൽ ഒരുക്കിയതാണ്. തന്റെ എല്ലാ സ്വപ്നങ്ങളും മകളിലായിരുന്ന ശോഭയുടെ അമ്മ പ്രേമ കടുത്ത വിഷാദത്തിലായി. താങ്ങാൻ കഴിയാത്ത ആ ദുഃഖഭാരവുമായി 4 വർഷം കൂടി അവർ ജീവിതം മുന്നോട്ട് തള്ളി നീക്കി. ശേഷം മകളെ പോലെ ആത്മഹത്യ ചെയ്തു. പ്രണയനൈരാശ്യത്തിൽ അപ്രതീക്ഷിതമായി പ്രാണൻ വെടിഞ്ഞ തെന്നിന്ത്യൻ മാതകറാണി സിൽക്ക് സ്മിതയാണ് അടുത്തത്. 1996 സെപ്റ്റംബർ 23
ചെന്നൈയിലെ സ്വന്തം അപ്പാർട്ട്മെന്റിൽ വിജയലക്ഷ്മി ആത്മഹത്യ ചെയ്തു. ശരീരത്തിൽ അമിതമായി ആൽക്കഹോൾ ഉള്ളതാണ് മരണത്തിന്റെ കാരണം എന്ന് കണ്ടെത്തിയിരുന്നു. 1980കളിലും 90കളിൽ ആദ്യമുള്ള മലയാള സിനിമയിൽ അയൽപക്കത്തെ പെൺകുട്ടിയെ പോലെ നിറസാന്നിധ്യമായിരുന്നു ശ്യാമ. നിഷ്കളങ്കമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ താരം. പ്രശസ്ത നടി പാർവതി ജയറാമിന്റെ കസിൻ കൂടിയാണ് ശ്യാമ. കുട്ടേട്ടൻ, കുടുംബപുരാണം, പാദമുദ്ര എന്നീ സിനിമകൾ ശ്യാമയെ കൂടുതൽ പ്രശസ്തയാക്കി. ഭർതൃഗൃഹത്തിൽ വെച്ച് ഒരു ഗ്യാസ് സിലിണ്ടർ അപകടത്തിലാണ് ശ്യാമ കൊല്ലപ്പെടുന്നത്. സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും ശ്യാമ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ നേരിട്ടിരുന്നു എന്ന് അക്കാലത്ത് വാർത്തകൾ പ്രചരിച്ചിരുന്നു. സംഭവത്തിന്റെ ചൂടറിയപ്പോൾ വാർത്തകൾ കെട്ടണഞ്ഞുപോയി. സത്യമെന്തെന്നത് ഇനിയും അജ്ഞാതമായി തുടരുകയാണ്. ശ്യാമയെപ്പറ്റി പറയുമ്പോൾ എങ്ങനെയോ ഓർത്തുപോകുന്ന മറ്റൊരു ശാലീന സുന്ദരിയാണ് നീ വരുവോളം എന്ന ദിലീപ് സിനിമയിലൂടെ പോപ്പുലറായ രേഖ മോഹൻ. ഉദ്യാനപാലകൻ, യാത്രാമൊഴി എന്നീ സിനിമകളിലൊക്കെ ഭാഗമായ രേഖ സീരിയലുകളിലെയും പ്രധാന താരമായിരുന്നു. വിവാഹിതയായിരുന്നെങ്കിലും രേഖയ്ക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 45ാമത്തെ വയസ്സിൽ തൃശൂരുള്ള സ്വന്തം അപ്പാർട്ട്മെന്റിൽ രേഖയെ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന വാർത്ത മലയാളികളെ ഏറെ വേദനിപ്പിച്ചു. രേഖയുടേത് ഒരു ആത്മഹത്യയാണ് എന്ന സംശയം മാധ്യമങ്ങൾ അക്കാലത്ത് ചർച്ചയാക്കിയിരുന്നു. കസേരയിൽ ഇരുന്ന നിലയിലായിരുന്നു രേഖയുടെ മൃതശരീരം കണ്ടെത്തിയത്. തൊട്ടടുത്ത് ഒരു ഒഴിഞ്ഞ ഗ്ലാസ് ഉണ്ടായിരുന്നതാണ് മരണം ആത്മഹത്യയാണോ എന്ന സംശയം ജനിപ്പിച്ചത്. ക്യാൻസർ രോഗബാധയും അതിനെ തുടർന്നുണ്ടായ വിഷാദവും രേഖയെ മാനസികമായി അലട്ടിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതം മൂലമാണ് അവർ മരിച്ചതെന്ന് വെളിവായതോടുകൂടി അത് ഒരു സ്വാഭാവിക മരണമാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. നഖക്ഷതങ്ങൾ എന്ന സിനിമയിലൂടെ ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മലയാളക്കരയിലേക്ക് കൊണ്ടുവന്ന മോനിഷയാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന ഓർമ്മ. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ ഒരു KSRTC ബസ്സുമായി മോനിഷയുടെ കാർ കൂട്ടിയിടിച്ചുണ്ടായ അപകടം എല്ലാ മലയാളികൾക്കും അറിവുള്ളതാണല്ലോ. തമിഴ് വംശജയാണെങ്കിലും മലയാളി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ആകാശഗംഗയിലെ യക്ഷിയായും അരയന്നങ്ങളുടെ വീട്ടിലെ മമ്മൂട്ടിയുടെ പ്രണയിനിയായും ഒക്കെ മലയാളി മനസ്സിനെ വശീകരിച്ച ഗ്ലാമർ സുന്ദരിയായിരുന്നു മയൂരി. മയൂരിയുടെ ശരിയായ പേര് ശാലിനി എന്നായിരുന്നു. വിഷാദ രോഗബാധിതയായ മയൂരി 22ാമത്തെ വയസ്സിൽ ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കുറിപ്പെഴുതി വെച്ച് യാത്രയായി. 1980കൾ മുതൽ 1990കൾ വരെ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ശ്രദ്ധേയ ആയ നടിയാണ് നിഷ നൂർ. ഈ ലോകം, ഇവിടെ കുറെ മനുഷ്യർ, നിമിഷങ്ങൾ, വേലിയേറ്റം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച നിഷയുടെ ജീവിതമായിരിക്കും ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ദുരിതപൂർണമായത്. പ്രതാപകാലത്ത് ചുറ്റുമുണ്ടായിരുന്ന ആരും സഹായിക്കാതെ ദുരിതകാലത്ത് വേശ്യാവൃത്തിയിലേക്കും പിന്നീട് തെരുവ് ജീവിതത്തിലേക്കും വലിച്ചെറിയപ്പെട്ട ഹതഭാഗ്യ. വെള്ളിത്തിരയുടെ വർണ്ണപ്പൊലിമയിൽ നിന്ന് തെരുവിൽ രോഗശയ്യയിൽ നിസ്സഹായതയോടെ നോക്കുന്ന നിഷയുടെ വേദനയും ചിന്തയും ഉണർത്തുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. പഴയ പ്രമുഖ നായികയായ സ്വപ്നയുടെ ഫോട്ടോ നിഷയുടേതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ 1990കളിൽ നീലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ദേവാസുരത്തിലും അയ്യർ ദ ഗ്രേറ്റിലും പ്രത്യക്ഷപ്പെട്ട ഒരു നിഷയുണ്ട്. മുഖ്യധാരാ സിനിമകളിൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തനിമയോടെ ചെയ്തു ഫലിപ്പിച്ച നിഷ നൂർ എന്ന കലാകാരിയാണ് അത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ വിക്കിപീഡിയ പോലെയുള്ള മുൻനിര വെബ്സൈറ്റുകളിലും ആരൊക്കെയോ തെറ്റായി ചേർത്ത് വെച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ തീരാ കണ്ണീരായി തീർന്ന നടിമാരുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനമായി പറയുന്നത് സാധനയുടെ കഥയാണ്. 1960കളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ അവശ്യ ഘടകമായിരുന്ന മാദകസുന്ദരി സാധന. നാടകങ്ങളിൽ നൃത്തം അവതരിപ്പിച്ച് സ്വന്തം കുടുംബത്തെ കരകയറ്റി കരകൾ അറിയാതെ തുഴഞ്ഞ് ആഴക്കയങ്ങളിൽ എവിടെയോ പ്രാണൻ പൊലിഞ്ഞുപോയ സാധന. പ്രേം നസീറിനും ഷീലയ്ക്കും ജയഭാരതിക്കും ഒക്കെ ഒപ്പം അഭിനയിച്ച സാധനയെ തളർത്തിയത് മറവി രോഗമാണ്. പി ചന്ദ്രകുമാറിന്റെ ഇത്രമാത്രം എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്തോട് വിട പറഞ്ഞുപോയ സാധന പിന്നെ കുറെ കാലത്തേക്ക് എല്ലാവർക്കും അജ്ഞാതയായിരുന്നു. പിന്നീട് താൻ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാധനയാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. സാധനയുടെ ആ ദുരിത ജീവിതം ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും അവരെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. താരസംഘടനയായ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന തന്റെ പെൻഷൻ മോഷ്ടിക്കാൻ വേണ്ടി മാത്രം ഒപ്പം കൂടിയ ഭർത്താവുമായി അയാളുടെ കൊടിയ പീഡനങ്ങൾ സഹിച്ച് ചെന്നൈയിലും
ജീവിതാന്ത്യം ഒരു സർക്കാർ ആശുപത്രിയിലും ചെലവഴിച്ച് നരകസമാനമായ ജീവിതത്തിനൊടുവിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. സിനിമ മനുഷ്യനെ മാജിക്കിനേക്കാൾ വിസ്മയിപ്പിച്ച, വശീകരിച്ച കലാരൂപമാണ്. സിനിമാ താരങ്ങളുടെ ജീവിതവും മിക്കപ്പോഴും സിനിമകളെപ്പോലെ മാസും ഹൈപ്പും ഒക്കെ ചേർന്നതാണ്. പക്ഷേ അവർക്കിടയിൽ പരാജയപ്പെട്ടു പോയവരും ഉണ്ട്, ദുരന്തമായവരുണ്ട്. രക്തവും നീരും പിഴിഞ്ഞുമാറ്റി ചണ്ടിയാക്കി ആരുമില്ലാത്ത ഇടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുണ്ട്. അവരുടെ നൊമ്പരങ്ങളൊക്കെയും വനരോധനങ്ങൾ ആയിരുന്നു.